യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 27 വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വിനീതമായ വന്ദനം. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിന്റെ തിരുവചനം ധ്യാനിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ ലഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ നേർക്ക് വരാൻ പോകുന്നുവെന്ന് നാം അറിയുന്നില്ല. നാളെ എന്തെല്ലാം കാര്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും നാം അറിയുന്നില്ല. ഇന്നലത്തെ ദിവസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്താം. ഇന്നിന്റെ അടുത്ത നിമിഷങ്ങളിലോ നാളെയുടെ ദിനങ്ങളിലോ നാം നേരിടാൻ പോകുന്ന ഏതൊരു വിഷയങ്ങളെയും ഭയം കൂടാതെ അഭിമുഖീകരിപ്പാൻ കരുത്തു നൽകുന്ന ദൈവവചനം ധ്യാനിക്കുന്നത് അനുഗ്രഹം തന്നെയാണ് എന്നതിന് സംശയമില്ല. യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. കർത്താവ് യേശു പറഞ്ഞ വാക്യം ഞാൻ വീണ്ടും വായിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യേശുക്രിസ്തു തന്നേച്ചുപോയ ഒരു സമാധാനമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ ദൈവത്തോട് മനുഷ്യന് ലഭിച്ച നിരപ്പാണ് ആ സമാധാനം. എന്നാൽ രണ്ടാമത് യേശുക്രിസ്തു നൽകുന്ന ഒരു സമാധാനത്തെക്കുറിച്ച് വചനത്തിൽ കാണുന്നു. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എന്റെ സമാധാനം. ഒന്നാമത് യേശു നൽകുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ്, അതായത് ദൈവത്തോടുള്ള നിരപ്പ്. എന്നാൽ രണ്ടാമത് യേശു നൽകുന്നത് ദൈവീക സമാധാനമാണ്, ദൈവത്തിന്റെ സമാധാനമാണ്. യേശു പറയുന്നു എന്റെ സമാധാനം. വളരെ പ്രത്യാശ തരുന്ന, പ്രതീക്ഷ തരുന്ന, സന്തോഷം തരുന്ന, ആശ്വാസം തരുന്ന ഒരു വാക്യമാണിത്. എന്റെ സമാധാനം. ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം, നമ്മെ സഹായിക്കാമെന്ന് പറയുന്ന ആളുകൾ പോലും അസ്വസ്ഥരാണ്. സമാധാനമില്ലായ്മയ്ക്ക് ചികിത്സിക്കുന്ന ഡോക്ടർ പോലും അസമാധാനത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. 48 മനോരോഗികളെ രാവിലെ വാർഡിൽ പോയി കണ്ട് അവർക്കെല്ലാം വേണ്ട മരുന്ന് കുറിച്ചു കൊടുത്ത ശേഷം ആ ഡോക്ടർ ആ ബിൽഡിങ്ങിന് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തു. ദീർഘവർഷങ്ങളായി മനോരോഗികളെ ചികിത്സിച്ച മനോരോഗ വിദഗ്ധൻ മാനസിക രോഗിയായിരുന്നു എന്ന കാര്യം അപ്പോഴാണ് വെളിപ്പെട്ടത്. ഇവിടെയാണ് മനുഷ്യൻ പരാജയപ്പെട്ടിരിക്കുന്നത്. സമാധാനം നൽകാമെന്ന് പറഞ്ഞ മതഗുരുക്കന്മാരും, സമാധാനം നൽകാമെന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞന്മാരും, സമാധാനം നൽകാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ സാമൂഹിക പരിഷ്കർത്താക്കളും വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്നവരല്ല എന്ന് അടുത്തറിയുമ്പോൾ നാം ഞെട്ടിപ്പോവും. ഇവിടെ ഇതാ ആധികാരികമായൊരു വാക്ക്, എന്റെ സമാധാനം. യേശു അല്ലാതെ ആരും ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടില്ല. യേശു അല്ലാതെ ആർക്കും ഇങ്ങനൊരു വാക്ക് പറയാൻ കഴിയുകയുമില്ല. അതെ, വേറെ ആർക്കും ആ വാക്ക് പറയാൻ കഴിയുകയില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ദൈവപുത്രനായ യേശു നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരാം. ഭൂമിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വാക്കാണ് യേശുവിന്റെ വാക്ക്. യേശുവിന്റെ പ്രത്യേകത ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവന് പാലിക്കാൻ കഴിയാത്ത ഒരു വാക്ക് അവൻ കൊടുക്കാറില്ല. സാധിപ്പിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദത്തം അവൻ നൽകുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ അസാധ്യമായത് ഒന്നുമില്ല. ലോകത്തിലെ വലിയ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, അവരൊരു വാക്ക് പറയുമ്പോൾ തന്നെ അത് പാലിക്കാതിരിക്കാനുള്ള പഴുതും കൂടി ആ വാക്കിനകത്ത് ഉൾപ്പെടുത്താറുണ്ടത്രേ. ഒന്നുകൂടെ ഞാൻ പറയാം. ലോകത്തിലെ നേതാക്കൾ ഒരു വാക്ക് സമൂഹത്തോട് പറയുമ്പോൾ തന്നെ നാളെ അത് പാലിക്കാതിരിക്കാനുള്ള ഒരു പഴുതും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ടത്രേ. എന്നാൽ യേശു അങ്ങനെയല്ല. യേശുവിന് വാക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടില്ല. അവൻ പറഞ്ഞത് അവൻ ചെയ്തിട്ടുണ്ട്.
ഇന്ന് ചെയ്യും, ഇന്നലെ അവൻ ചെയ്തു, നാളെയും അവൻ ചെയ്യും. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് യേശു പറഞ്ഞു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നും യേശു പറഞ്ഞു. യേശു തരുന്ന സമാധാനം അനുഭവിപ്പാൻ നമ്മുടെ ഭാഗത്ത് പരമപ്രധാനമായ ഒരു യോഗ്യത ഉണ്ടാകണം. അത് ദൈവത്തോട് സമാധാനത്തിലാകുക, അതായത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക, അതായത് ദൈവവുമായി ഒരു ബന്ധത്തിലാകുക. ഒരിക്കൽ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരികെ വരുന്ന അവസ്ഥയാണ് ദൈവത്തോട് സമാധാനം പ്രാപിക്കുക എന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവമാണ് ദൈവീക സമാധാനം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇവിടെ എന്റെ സമാധാനം എന്ന് പറയുന്നത് എന്താണ് എന്നൊന്നുകൂടെ വിവരിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് പോയിരുന്നുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് യേശുവിനെ പിടിക്കുവാൻ അടുത്തു ചെന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. ഈ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ യേശുവിന്റെ സമാധാനം, മനസാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. യേശുവിനെ പിടിക്കുവാൻ രാത്രി സമയത്ത് യേശുവിന്റെ പ്രാർത്ഥനാമുറിയിലേക്ക്, അതായത് അവനൊരു തോട്ടത്തിലാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കുറെ ആളുകൾ ചെല്ലുകയാണ്. ആ സമയത്ത് യേശുവിന്റെ ഉറ്റ ശിഷ്യന്മാരടുത്തുണ്ട്. അവരൊക്കെയും ഭയപ്പെട്ട് നിൽക്കുക. യേശു ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. ഉടനെ യേശു പറഞ്ഞ വാക്ക്, എന്നെയാണ് തിരയുന്നതെങ്കിൽ ഇവരെ ആരെ ഉപദ്രവിക്കരുത്, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് ചെന്നപ്പോൾ യേശുവിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുൻപിൽ പിടിക്കാൻ വന്ന പട്ടാളക്കാർ കമന്നു വീണു എന്ന് ബൈബിൾ പറയുന്നു. പിടിക്കാൻ വന്നയാളെ കണ്ടിട്ട് പിടിക്കാൻ വന്നവർ വീഴുന്നു. യേശു അവരെ എഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അവർ വന്ന് യേശുവിനെ പിടിക്കുകയാണ്. പിടിച്ചപ്പോൾ യേശുവിന്റെ ശിഷ്യനായ പത്രോസ് തൊട്ടടുത്ത് നിന്ന് വാളെടുത്ത് വെട്ടി. ആ വെട്ട് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്റെ ചെവിയിൽ കൊണ്ടു. ചെവി മുറിഞ്ഞ് താഴെ വീണു. നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കൂ. യേശു മാത്രമേ അവിടെ പീസ് ഓഫ് മൈൻഡ്, സമാധാനം അനുഭവിക്കുന്നുള്ളൂ. യേശു കീഴോട്ട് കുനിഞ്ഞ് അറ്റുപോയ കാതിന്റെ കഷണം എടുത്ത് അതേ സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചു. അപ്പോഴും അവൻ ദൈവപുത്രൻ തന്നെയാണ്. അപ്പോഴും അവൻ സർവശക്തൻ തന്നെയാണ്. അപ്പോഴും അവൻ പ്രശ്നങ്ങളുടെ മുകളിൽ നിൽക്കുന്നവനാണ്. ഈ സമാധാനമാണ് നിങ്ങൾക്ക് തരാമെന്ന് യേശു പറഞ്ഞത്. കൊടുങ്കാറ്റിന്റെ നടുവിലും ശാന്തമായിരിക്കുന്ന മാനസിക അവസ്ഥയാണ് കർത്താവ് നമുക്ക് തരാമെന്ന് പറഞ്ഞത്. എന്താണ് യേശു പറഞ്ഞ സമാധാനം? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെ, എന്റെ സമാധാനം എന്നാണ് യേശു പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഫറിങ്സ്, ഏറ്റവും കൂടുതൽ മനോവ്യഥയിലൂടെ കടന്നുപോയ വ്യക്തി ആരാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ അപമാനഭാരം അനുഭവിച്ച വ്യക്തി ആരാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദനയിലൂടെ കടന്നുപോയ വ്യക്തി ആരാണ്?